അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ്. മുത്തബ്ബൻ എന്നാണ് ഈ ഒരു റൈസിൻ്റെ പേര് കേട്ടോ. ഇതുവരെ യൂട്യൂബിൽ ഇതുപോലത്തെ റെസിപ്പി ഇതുവരെ ആരും ഷെയർ ചെയ്ത് കണ്ടിട്ടില്ല. സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പം ആദ്യം തന്നെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് 1 കിലോ എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കണം. അതിന് മുമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതുപോലെ ആ ഒരു സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ പോകുന്നവരെ കഴുകിയെടുക്കണം. അപ്പോൾ അത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ഏത് റൈസ് റെസിപ്പി ഉണ്ടാക്കുവാണെങ്കിലും ഇതുപോലെ ആ ഒരു വൈറ്റ് കളർ നമ്മൾ കഴുകി ആ വെള്ള കളർ പോകുന്നവരെ കഴുകിയെടുക്കണം. നമ്മൾ അരി കഴുകുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. ആ അടിയിൽ ഊറി നിൽക്കുന്നൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ആ വൈറ്റ് കളറൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്, ആ സ്റ്റാർച്ച് നന്നായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അരി. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അരി. അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു റൈസ് റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫ് അല്ലെങ്കിൽ മട്ടൻ വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ മട്ടനാണ് എപ്പോഴും ഇവർ ഉണ്ടാക്കാറെന്ന് പറഞ്ഞത്. അപ്പോൾ ബീഫാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ചേരുവകളൊന്നും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം പല രീതിയിലൊക്കെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിലോട്ട് നമ്മളിപ്പം 1 കിലോ അരിയിലോട്ട് നമ്മൾ എടുക്കുന്നത് 4 സവോളയാണ് കേട്ടോ. അപ്പം സവോള കട്ട് ചെയ്യുന്നതും നമ്മൾ വല്ലാണ്ട് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട, എന്നാലോ കുറച്ചൊരു കട്ടിയും വേണം. ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. വല്ലാണ്ട് കനം കുറയ്ക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവോള കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 4 എണ്ണം മതിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുപോലെ 3 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി 3 എണ്ണം. പിന്നെ ഇവർ വർക്ക് ചെയ്യുന്ന പാലസിൻ്റെ പേരൊന്നും പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ UAE പാലസ് എന്ന് മാത്രം പറഞ്ഞത്. ഏത് പാലസ് എന്നൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡാണ് ഇവരുണ്ടാക്കുന്നത്. എല്ലാം ഭയങ്കര വെറൈറ്റി ആട്ടോ. ടേസ്റ്റ് നമ്മൾ കുറേ ട്രൈ ചെയ്താണ് ഇവരെ ടേസ്റ്റൊക്കെ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും കഴിച്ചവരൊക്കെ അടിപൊളിയായിട്ട് പറയാറുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഏലക്ക ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാമ്പുത എല്ലാം അതിൻ്റെ കണക്കിലാണ് അവർ ഇടുന്നത് കേട്ടോ. അപ്പം ആ ഒരു കണക്കിൽ തന്നെ ഞാൻ പറയാം, ഒരു 6 7 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 3ഉം കൂടി നല്ലോണം ചതച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുത്തത് കേട്ടോ. ഇതാണ് ഈ ഒരു പേസ്റ്റാണ് ഇതിലെ മെയിൻ വേറൊരു ചേരുവ. അപ്പോൾ അതും അവിടെ സൈഡിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ബീഫ് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ അതിലെ നെയ്യൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. ഈ ഒരു റൈസിലോട്ട് നമുക്ക് നെയ്യ് അധികം ആവശ്യമില്ല. പിന്നെ ബീഫ് അത്യാവശ്യം മീഡിയം സൈസ്ഡ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മട്ടൻ ആണെങ്കിലും അതേപോലെ തന്നെ കേട്ടോ. മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടിയിൽ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഞാനിപ്പോൾ ഇവിടെ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാ നമ്മൾ വേറെ അലുമിനിയം പാത്രമാണെങ്കിൽ ഇതുപോലെ നെയ്യ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ ഇതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ചൂടാക്കാണ്ടാണ് നേരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല, ഇതുപോലെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ആദ്യം സ്പ്രെഡ് ചെയ്ത് എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 തക്കാളി ഇതുപോലെ അരിഞ്ഞത് ഒരു ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ലെയർ ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കുറച്ച് നമ്മളെ അറബിക് മസാല ഉണ്ടല്ലോ, കബ്സ മസാല, അതെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. അത് മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഇതിലോട്ട് മെയിനായിട്ടുള്ളത് അറബിക് മസാല തന്നെയാണ്. അത് ഇവിടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. കബ്സ മസാല, അറബിക് മസാല എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിയില, പുതിനയില 2ഉം കൂടി അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള ബീഫ് വെച്ച് കൊടുക്കുക. എല്ലാം ഇങ്ങനെ ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ വെക്കുന്ന സ്റ്റൈൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും അത് ഇങ്ങനെ കിടന്നിട്ട് വേവണം അത്രേ. എല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേവണം. അപ്പോൾ ബീഫ് നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ വേവിച്ചിട്ടല്ല വെക്കുക. അതിന് പകരം ഇങ്ങനെ അടുപ്പത്താണ്, സ്റ്റൗവിലാണെങ്കിൽ സ്റ്റൗവിൽ, അല്ലെങ്കിൽ അടുപ്പത്താണെങ്കിൽ അടുപ്പത്ത് അങ്ങനെ വേവണം അത്രേ. എന്നാലും ആ ടേസ്റ്റ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ബീഫിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ നമ്മുടെ അറബിക് മസാല അതൊരു ഇപ്പം ലാസ്റ്റ് ബീഫിൻ്റെ മുകളിൽ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. ഇതെല്ലാം 1 കിലോ ബീഫിലോട്ടും 1 കിലോ അരിയിലോട്ടുള്ള മെഷർമെൻറ്റ്സ് ആട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും സവോള ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 4 സവോളയും 3 തക്കാളിയോട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അത് കഴിയുന്നവരെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും ആദ്യം തന്നെ ചേർക്കണം കേട്ടോ, പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉണങ്ങിയ നാരങ്ങ കേട്ടോ, ലൂമി. അത് നമ്മൾ ഒരു 2 എണ്ണം എടുത്തിട്ട് ഒന്നങ്ങോട്ട് ചതച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെയല്ല ഇട്ട് കൊടുക്കുന്നത്, അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മണവും ഫ്ലേവറും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. പിന്നെ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, അതിങ്ങനെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കുഴച്ചെടുക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ദമ്മിൽ കിടന്നിട്ട് വേവണം. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ടേസ്റ്റും മണമൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അടുത്തായി ചെയ്തത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഉപ്പ്, പുളി ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഴി നടുവിൽ കുഴിച്ചിട്ട് എന്താ പറയുക, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുഴി കുഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്രേ. നല്ലോണം മനസ്സിലായിട്ടുണ്ടായിരുന്നു, നല്ല ഫ്ലേവറൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ആദ്യം നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അവിടെ മാറ്റി വെച്ചില്ലേ, അതൊന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഒരു 3 ടീസ്പൂണോളം ഉപ്പ് ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് വേണം കേട്ടോ അതിൽ. അതായത് അരിക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടല്ലോ, അത് ആവശ്യമുണ്ട് കേട്ടോ. സാധാരണ പോലെ നമ്മൾ ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ഇല്ലാണ്ട് നമ്മൾ ഊറ്റിയെടുക്കരുത്, അരി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വെള്ളം, അതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തു. പിന്നെ സാഫ്രൺ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുക, ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ അരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ദം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് വേവിച്ചിട്ടില്ലല്ലോ, അപ്പം നമ്മൾ ഫുൾ വേവിൽ അരി എടുക്കാൻ പാടില്ല. ചെറുതായിട്ട് പൊട്ടുന്ന പരുവത്തിൽ അരി എടുത്തിട്ട് ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം അരി കൂടുതൽ വേവ് കൂടില്ല. അരിയുടെ വേവ് ഇതാ ഇതുപോലെയാണ്. നമ്മൾ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ, അരി ഒട്ടും തന്നെ വെന്തിട്ടില്ല. ഒന്നങ്ങോട്ട് തിളയ്ക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ എടുത്തിട്ട് ഇതുപോലെ കോരി മാറ്റണം. എന്നാലേ നമുക്കത് എല്ലാം റെഡിയായി കഴിയുമ്പോൾ, ദമ്മിട്ട് കഴിയുമ്പോൾ പാകത്തിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഈ ഒരു കയ്യിൽ 2 കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് മല്ലിയില, പുതിനയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള അരി ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ അരി ഊറ്റിയെടുക്കുമ്പോഴും അത് വല്ലാണ്ട് വെന്തിട്ടില്ല കേട്ടോ, ഇനിയും വേവാനുണ്ട്. ബാക്കിയുള്ള നമുക്ക് ദമ്മിൽ കിടന്നിട്ട് വേവും. അപ്പം ആദ്യം എടുത്തിട്ടുള്ള അരി ഒട്ടും തന്നെ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് എടുത്തിട്ടുള്ള അരി ഒരു 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ദമ്മിൽ കിടന്നിട്ട് വേവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് അരി ഒന്ന് ലാസ്റ്റ് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അരിയുടെ വേവ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേവ് അത്യാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും ഇനിയും വേവാനുണ്ട്. ബാക്കിയുള്ള ദമ്മിലിട്ടിട്ട് വേവാനുള്ളതാണ്. പിന്നെ മല്ലിയില, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ അരി ഇട്ട് കൊടുത്തു. 2 ലെയറായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മൾ സാഫ്രൺ
വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്, മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. നെയ്യ് ഒരുപാടൊന്നും ആവണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. എന്നിട്ട് ഇതാ ഈ ഒരു ദമ്മിടുന്ന പ്രോസസ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കാരണം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പ്രത്യേകം കാണിക്കാൻ കാരണം ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ഫോയിൽ വെച്ചിട്ട് പിന്നെ അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യലല്ലേ, അങ്ങനെയല്ല കേട്ടോ അത് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഈ അലുമിനിയം ഫോയിൽ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നൊരു സ്റ്റേജ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് അതിൻ്റെ ഒരു വേവൊക്കെ മനസ്സിലാവുന്നത്. വേവ് മനസ്സിലാക്കാൻ വേറൊരു ടിപ്പും കൂടി ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ടൈറ്റായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഒരു 1.5 മണിക്കൂർ അങ്ങനെ ചെറിയ കനലിൽ വെക്കണം കേട്ടോ. അടുപ്പത്താണെങ്കിൽ, സ്റ്റൗവിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം കുറച്ച് നേരം വയ്ക്കുക. പിന്നെ നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ സ്റ്റൗവിൽ വെക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ വഴറ്റിയെടുക്കാനുള്ള സമയമൊന്നും ആവശ്യമില്ല. എല്ലാം കൂടി അവിടെ റെഡിയാക്കിയിട്ട് അടുപ്പത്ത് വെക്കുന്ന ഒരു സ്റ്റെപ്പേ ഉള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് വേവും. അതുപോലെ കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അത് അകത്ത് ആവി നിറയുന്നതുകൊണ്ടാണ്. അപ്പം കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കണ എന്തിനറിയാം, പിന്നെ അതിനകത്ത് ഫില്ലാകുമ്പോഴേ വേറെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഗ്യാപ്പ് കൂടെ ആവി പുറത്ത് വരാണ്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയും എന്തായാലും റെഡി ആവാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. മനസ്സിലാവാം എന്താ ഇവിടെ എന്താ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് എന്ന് പറഞ്ഞ ശബ്ദം വന്നു. ഇവിടെ വെള്ളം അങ്ങനെ കിടക്കണല്ല. അപ്പോൾ അത്യാവശ്യം മൂപ്പുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറൊക്കെ എടുത്തു നമ്മുടെ ദമ്മൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് പൊട്ടിക്കുക. സൈഡിൽ നിന്ന് വേണം അങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നല്ലൊരു മണമായിരുന്നു കേട്ടോ, പ്രത്യേക ഒരു മണം തന്നെയായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്, റെസിപ്പി തന്നെയാണത്. അതുപോലെ തന്നെ ബീഫും മട്ടനൊക്കെ വെച്ചിട്ട് ഈ ഒരു റൈസ് റെസിപ്പി ട്രൈ ചെയ്യാം. ബീഫിനേക്കാളും കൂടുതൽ മട്ടനായിരിക്കും ഇത് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പിന്നെ കൂടുതലും ഇവർ മട്ടൻ മുത്തബ്ബനാണ് അത്രേ ഉണ്ടാക്കാറ്, ലാമ്പ് മുത്തബ്ബൻ എന്ന് പറയും. ഇതിപ്പം ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റോക്കോ അല്ലെങ്കിൽ കേടുള്ളതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഉള്ളി വാട്ടാനോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. നല്ല സിമ്പിളായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വേവുന്ന ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ബീഫ് വേവുമ്പം ഉണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ നമ്മൾ ആ റൈസിൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റൈസ് ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കണ്ടോ. നന്നായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു എല്ലാതും. ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് ബീഫ് മുത്തബ്ബൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ മണം കൊണ്ട് എല്ലാവരും വേഗം പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. വേഗം എല്ലാവരും കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി റൈസാണ്, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.